ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുമായിട്ട് വന്നിട്ടുള്ളത്, ഇന്ത്യൻ ഫുട്ബോൾ ടീം സമീപകാലത്ത് മോശം പെർഫോമൻസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2 വർഷമായിട്ട് ഇന്ത്യൻ ടീം ഒരൊറ്റ വിജയം പോലും നേടിയെടുത്തിട്ടില്ല. 2023-ലാണ് ഇന്ത്യൻ ടീം അവസാനമായിട്ട് ഒരു വിജയം സ്വന്തമാക്കിയത്. ഇപ്പോൾ ഇതാ തുടർച്ചയായിട്ടുള്ള മോശം പെർഫോമൻസിനെ തുടർന്ന് AFFന്റെ പ്രസിഡന്റായ കല്യാൺ ചൗബെ മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. കല്യാൺ ചൗബെ പറയുന്നു, ഇന്ത്യക്ക് മികച്ച സ്ട്രൈക്കർമാരില്ലാത്തതാണ് ഇന്ത്യയുടെ മെയിൻ പ്രശ്നം എന്നാണ് ഇപ്പോൾ കല്യാൺ ചൗബെ പറയുന്നത്. ISL പോലത്തെ ലീഗുകളിൽ ഇന്ത്യൻ സ്ട്രൈക്കർമാർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നില്ല. ഇന്ത്യയുടെ ലീഗുകളിൽ കൂടുതൽ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിന് അവസരം കൊടുക്കണമെന്നാണ് ഇപ്പോൾ കല്യാൺ ചൗബെ പറയുന്നത്. ഇന്ത്യയിൽ പുതിയ സ്ട്രൈക്കർമാർ വളർന്നു വരുന്നില്ല എന്നാണ് ഇപ്പോൾ കല്യാൺ ചൗബെ പറയുന്നത്. പിന്നീട് കല്യാൺ ചൗബെ പറയുന്നു, ഇന്ത്യയുടെ ഇപ്പോഴത്തെ കോച്ചിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പറയുന്നത്, മനോലോ മാർക്കസിൻ്റെ കാര്യത്തിൽ ഈ മാസം 29-നായിരിക്കും മനോലോ മാർക്കസിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് ഇപ്പോൾ കല്യാൺ ചൗബെ പറയുന്നത്. മനോലോ മാർക്കസ് ഇന്ത്യൻ ടീം വിട്ടേക്കുമെന്നുള്ള ന്യൂസുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കല്യാൺ ചൗബയുടെ പ്രസ് മീറ്റിൽ പറയുന്നു, ഈ മാസം 29-നായിരിക്കും അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുക എന്നാണ് ഇപ്പോൾ കല്യാൺ ചൗബെ പറയുന്നത്. പിന്നീട് ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്ന OCA പ്ലേയേഴ്സിനെ ഇന്ത്യൻ ടീമിലേക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ കല്യാൺ ചൗബെ പറയുന്നത്. ചില പ്ലേയേഴ്സിനെതൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കല്യാൺ ചൗബെ പറയുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ ഏറെ കാലമായിട്ടുള്ള ആഗ്രഹമാണ് OCA പ്ലേയേഴ്സിനെ ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ കല്യാൺ ചൗബെ പറയുകയാണ്, OCA പ്ലേയേഴ്സിനെ ഇന്ത്യൻ ടീമിലേക്ക് ആഡ് ചെയ്യുവാൻ അവരുമായി ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കല്യാൺ ചൗബെ പറയുന്നത്. ഒരു ദിവസങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ന്യൂസുകൾ പുറത്തു വരുന്നത് പ്രതീക്ഷിക്കാം.